ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സമരങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വികസനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ അധികാരികൾ ബോധ്യപ്പെടുത്തണം. ഈ വികസനം വരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, അല്ലാതെ വൻകിട കമ്പനികൾക്ക് വേണ്ടി മാത്രമാകരുത് ഇവിടുത്തെ വികസനം. നിക്ഷേപം നടത്തുന്ന കമ്പനികളെ ഞങ്ങൾ ഈ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ തന്നെ ആ വികസനത്തിന്റെ ചെറിയ ചെറിയ അപ്പകഷണങ്ങളെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്കും ലഭിക്കണം. അതുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ അത് ജനങ്ങളുടെ മധ്യത്തിൽ വരണം. ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, ജനങ്ങളെ മുഴുവൻ നാടുകടത്തിച്ചുകൊണ്ട് വികസനത്തിന്റെ തറക്കല്ലുകൾ ഇടുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ 3 പഞ്ചായത്തുകളിൽ ഇന്ന് നടന്ന ഉപരോധങ്ങൾ, റോഡ് ഉപരോധങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി വിഴിഞ്ഞ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ അതിന് തയ്യാറാണ്. വിഴിഞ്ഞത്തെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ഇവിടെ പലരും പദ്ധതി പ്രദേശത്ത് വന്നിട്ടുണ്ട്. സ്വന്തം സ്ഥലങ്ങൾ പദ്ധതിക്ക് വേണ്ടി നൽകാൻ സന്തോഷപൂർവ്വം തയ്യാറെടുത്തിരിക്കുന്ന ജനങ്ങളാണ് ഇന്ന് വിഴിഞ്ഞത്തുള്ളത്. ദയവ് ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ പദ്ധതിക്ക് എതിരാക്കി മാറ്റുന്ന പ്രവണത നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഒരു പ്രദേശത്തെ ആകെ വളഞ്ഞെടുക്കാമെന്നുള്ള രാജകീയമായ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇത് ജനാധിപത്യ യുഗമാണ്. അറിയുവാനുള്ള അവകാശം സ്ഥാപിച്ചെടുത്ത ഒരു നാട്ടിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു പദ്ധതിയും ഇന്ത്യ മഹാരാജ്യത്തോ കേരളത്തോ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ, സമീപകാലത്തെ ഉദാഹരണങ്ങളിലൂടെയെങ്കിലും പഠിക്കുവാൻ അധികാരി വർഗം ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്താൽ ഈ പദ്ധതിക്ക് വേണ്ടി അവരുടെ വീടും എതിർക്കുന്നവർ പോലും അവരുടെ വീടും പറമ്പും വിട്ടുകൊടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി സഹകരിക്കുവാൻ തയ്യാറാണെന്നുള്ള കാര്യം അധികാരി വർഗം മനസ്സിലാക്കണം. അത്രയധികം സ്വപ്ന പദ്ധതിയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച ചെയ്തും ഈ പദ്ധതി നിലനിർത്തുവാനും സ്വീകരിക്കുവാനും തയ്യാറെടുക്കുന്ന വിധത്തിൽ ജനപക്ഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ട് അവരുമായി അവരുടെ സംശയങ്ങൾ മുഴുവൻ മാറ്റിക്കൊടുത്തുകൊണ്ട് ഇതിനെ മാനസികമായും ശാരീരികമായും ഈ പദ്ധതിക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്ത ഒരു ചരിത്രം പഠിക്കുന്നവർ പഠിക്കണം. കേവലം 2 കൊല്ലം കൊണ്ടല്ല വിഴിഞ്ഞമുണ്ടായത്. ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിനു ശേഷം രൂപപ്പെട്ട പദ്ധതിയല്ല വിഴിഞ്ഞം. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. ജനങ്ങളുടെ അക്ഷീണമായ പ്രവർത്തനം ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് അത്തരമൊരു കോൺഫിഡൻസ് പ്രക്രിയ ഇവിടെ നടക്കേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷനിലൂടെ ഒരു പ്രോജക്ട് നടപ്പിലാക്കി കളയാമെന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ്. അങ്ങനെ കേരളത്തിൽ സംഭവിക്കുകയില്ല. മറിച്ച് ഒരു തഹസീൽദാർ ആഴ്ചകളോളം പദ്ധതി പ്രദേശത്ത് ഇടവഴികളിലൂടെയും മറ്റു വഴികളിലൂടെയും നടന്ന് അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, ആ സ്ഥലം ഏറ്റെടുത്ത് കളയാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പദ്ധതി ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുഗത്തിൽ അങ്ങനെയല്ല പദ്ധതികൾക്ക് സ്ഥലം കണ്ടുപിടിക്കേണ്ടത്. കേരളം പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പദ്ധതിക്ക് സ്ഥലമെടുക്കുമ്പോൾ അടിസ്ഥാനപരമായി ശാസ്ത്രീയമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കണം. ടാറ്റയുടെ ഭൂമി അളക്കുവാൻ വേണ്ടി ഇന്ന് ഭരിക്കുന്ന അച്യുതാനന്ദൻ മന്ത്രിസഭ ഹൈദരാബാദിലെ റിമോട്ട് സെൻസിംഗ് ഏജൻസിയെ കൊണ്ട് സാറ്റലൈറ്റ് സർവേ നടത്താൻ തീരുമാനിച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. വിഴിഞ്ഞത്ത് എവിടെയൊക്കെ സ്ഥലമുണ്ട്, വിഴിഞ്ഞത്ത് ഏത് മുക്കിലും സ്ഥലമുണ്ടെന്ന് ഒരു ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ലൈവായിട്ട് വെച്ചുകൊടുക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ലഭ്യമായ സമയത്ത് ഒരു തഹസീൽദാർ മുട്ടുകാലിലിഴഞ്ഞ് പഞ്ചായത്തുകളോട് നടന്ന് സ്ഥലം കണ്ടുപിടിച്ചെന്നാണ് അവകാശപ്പെടുന്നത്. ഇത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് വിഴിഞ്ഞ പഞ്ചായത്തും സമീപ പഞ്ചായത്തുകളും. അവിടെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് റിസോർട്ട് ലോബിയും വ്യാപാര ലോബിയും എസ്റ്റേറ്റ് ലോബികളും വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ഈ പദ്ധതിക്ക് സർക്കാർ ഏറ്റെടുക്കുവാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത്. അല്ലാതെ 5 സെന്റും 10 സെന്റുമുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടല്ല ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. കഴിഞ്ഞ 5 വർഷമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ലോബി അപരനാമങ്ങളിലും വ്യാജനാമങ്ങളിലും ഏക്കർ കണക്കിന് ഭൂമി അവിടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ ഭൂമി അടക്കം ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയുവാനുള്ളത്. അല്ലാതെ 5 സെന്റുകാരന്റെ കുടിയൊഴിപ്പിച്ചിട്ടല്ല വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കേണ്ടത്. വിഴിഞ്ഞം പദ്ധതിയെ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ജനപക്ഷം ജനങ്ങളുടെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട്
താമസിക്കാതെ ഒട്ടും വൈകാതെ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഈ പദ്ധതിക്ക് തറക്കല്ലിടുവാൻ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ എഴുതിനിരത്തി അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആർജവം മുഖ്യമന്ത്രിക്കുണ്ടാകണം, വകുപ്പ് മന്ത്രിക്കുണ്ടാകണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിന് പിന്നാലെ സംസാരിക്കാൻ നിരവധി വ്യക്തികളുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു.